30 വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. സ്വന്തം അധ്വാനത്തിലൂടെ സമ്മിശ്ര കൃഷിയിൽ വിജയം നേടി മാതൃകയാവുകയാണ് തിരുവില്ലാമല സ്വദേശി കീർത്തി മധു. ടെറസിലും വീട്ടുവളപ്പിലുമായി വിവിധയിനം പച്ചക്കറികളും മീനുകളും താറാവുകളും കോഴികളും കീർത്തി വളർത്തുന്നുണ്ട്. സ്വന്തം അധ്വാനത്തിലൂടെ സമ്മിശ്ര കൃഷിയിൽ വിജയം നേടിയ ഒരു വീട്ടമ്മയുടെ വിജയഗാഥയാണ് തിരുവില്ലാമലയിലെ കീർത്തി മധുവിൻ്റേത്. തിരുവില്ലാമല പഞ്ചായത്തിലെ 8ാം വാർഡ് ഏരുകുളം സ്വദേശിനിയായ കീർത്തി കൃഷിയെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാണ് സമൂഹത്തിന് മാതൃകയാകുന്നത്. കീർത്തിയുടെ വീട്ടുവളപ്പും ടെറസും വിവിധയിനം കൃഷിവിളകളാൽ സമ്പന്നമാണ്. പച്ചമുളക്, വെണ്ടയ്ക്ക, വഴുതന, തക്കാളി, മത്തൻ, കുമ്പളം, കൊത്തവര, പയർ തുടങ്ങി നിരവധി പച്ചക്കറികൾ ഇവിടെ പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി ചെയ്യുന്നത്. അതോടൊപ്പം നാടൻ കോഴികൾ, താറാവ്, മീന് എന്നിവയെയും വളർത്തുന്നുണ്ട്. 2024-25 വർഷത്തെ തിരുവില്ലാമല പഞ്ചായത്തിലെ മികച്ച മട്ടുപ്പാവ് കർഷകയ്ക്കുള്ള അവാർഡ് കീർത്തി മധുവിനായിരുന്നു. കൃഷിയിൽ നിന്നും മാത്രമല്ല, നായ വളർത്തലിൽ നിന്നും കീർത്തി വരുമാനം കണ്ടെത്തുന്നുണ്ട്. ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട നായക്കുട്ടികളെ വിറ്റഴിച്ചാണ് കീർത്തി കൂടുതൽ വരുമാനം നേടുന്നത്. നാടൻ കോഴികളുടെയും താറാവുകളുടെയും മുട്ടകൾക്ക് ആവശ്യക്കാർ ഏറെയാണെന്ന് കീർത്തി പറയുന്നു. പിന്നെ നേക്കഡ് നെക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴി, പിന്നെ വൈറ്റ് ലാറോൻ്റെ ഒരു 2-3 എണ്ണം. നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് 2-3 ഇങ്ങനെ വാങ്ങിച്ചത് മാത്രം. ഫാമൊന്നല്ല, മണ്ണൂത്തിന്ന് ഒരിക്കൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫാമിന് ഗിഫ്റ്റ് ജിലേബിയാണ് മീൻ. ഏകദേശം കഴിയാറായി. ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കും. 250. ഇപ്പോൾ ഹസ്ബൻഡാണ് കുറച്ചൊക്കെ നമ്മൾക്ക് ഇതൊക്കെ ചെയ്ത് തരുന്നത്. പൈസ എമൗണ്ടിൻ്റെ കാര്യമാകുമ്പോൾ അവർ കുറച്ച് എമൗണ്ട് അതൊന്നും വേണ്ട. 3-4 ഐറ്റം. പക്ഷേ നാടൻ കോഴിയാണ് നമ്മൾ കൂടുതലായിട്ടും എന്താ പറയുക പുറത്ത് കൊടുക്കുന്നത്. മറ്റു കോഴികളുടെ മുട്ട നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നതാണ്. മെയിനായിട്ടും മറ്റേ നാടൻ കോഴി മുട്ടയ്ക്കാണ് ആവശ്യക്കാർ കൂടുതൽ. അതുകൊണ്ട് അവർക്ക് നാടൻ കോഴി മുട്ട കൊടുക്കും. കീർത്തിയുടെ കാർഷിക സംരംഭങ്ങൾക്ക് ഭർത്താവ് മധുവും മക്കളായ ആദിത്യയും അമിതയും പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. സ്ഥലമില്ലെന്ന് പരാതി പറയുന്നവർക്ക് വീടിന്റെ മട്ടുപ്പാവിൽ പോലും സ്വന്തം ആവശ്യങ്ങൾക്കുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാമെന്ന് കീർത്തി പറയുന്നു. വിഷമില്ലാത്ത പച്ചക്കറി സ്വയം ഉൽപ്പാദിപ്പിച്ച ആരോഗ്യകരമായ ഒരു ജീവിതശൈലിക്ക് പ്രചോദനമാവുകയാണ് ഈ വീട്ടമ്മ. ജൈവ കൃഷിയായിട്ട് മട്ടുപാവ് കൃഷി, അങ്ങനെ എല്ലാ കൃഷികളിലും വളരെ താല്പര്യമുള്ള ആളാണ്. മത്സ്യകൃഷിയുണ്ട്, കോഴി, മുട്ടക്കോഴി, വിവിധ ഇനം കോഴികളുണ്ട്, അങ്ങനെ എല്ലാ താറാവുണ്ട്. ഇപ്പോൾ എന്താ ഗിനിക്കോഴിയാണ്. എല്ലാം വളർത്താൻ വളരെ താല്പര്യത്തിനാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം മട്ടുപ്പാവ് കൃഷി പഞ്ചായത്തിന് അവാർഡ് കിട്ടിയതാണ്. കൃഷിക്ക് വളരെ താല്പര്യം പറഞ്ഞാൽ ഏത് കൃഷിയും എന്ന് അറിഞ്ഞാൽ അത് വേണ്ടാന്ന് വയ്ക്കില്ല. അതിനൊരു പരിശ്രമം ഉണ്ടാവും. ഇപ്പോൾ ഇടയ്ക്ക് എന്താണ് ആട് വളർത്തൽ പരിശീലനം കൊണ്ട് കൊണ്ടുപോയി ഇടയ്ക്ക് കാട വളർത്തലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിശീലനങ്ങളും മറ്റേ കൂൺ കൃഷി അതും മറ്റേ പരിശീലനം ഉണ്ട്. എല്ലാ പരിശീലനത്തിനും വളരെ താല്പര്യമുള്ള ഒരു കൂടുതലാണ്. ജൈവ കൃഷിയാണ് കൂടുതലായിട്ട്, രാസവളമൊന്നും ഉപയോഗിക്കാതെ ജൈവ കൃഷി മാത്രം ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. CCV ന്യൂസ്, തിരുവല്ലോമല.